ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ രണ്ട് സംഭവങ്ങളും ഒന്നിച്ചു ചേരുന്നതാണ് നമ്മുടെ ക്രിസ്മസ്, ഈശോയുടെ വരവ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം നൽകപ്പെടുമ്പോൾ ആ മഹത്വത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മഹത്വപ്പെടൽ ആണ് ഈശോയുടെ കടന്നുപോകൽ. ഈ മഹത്വപ്പെടലാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം. ലോകം തിരിച്ചറിയാത്ത മഹത്വപ്പെടൽ, ലോകത്തിൻ്റെ മുൻപിൽ മാറ്റപ്പെടുന്ന മഹത്വപ്പെടൽ, അതാണ് കടന്നു പോകൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പെസഹ രഹസ്യമാണ് കടന്നു പോകൽ. ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന ഓരോ സമയങ്ങളിലും അവിടുന്ന് കടന്നു പോകുകയാണ്. ഈശോയ്ക്ക് പല സ്ഥലങ്ങളിലൂടെ പല അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടിയിരുന്നു. പെസഹ രഹസ്യത്തിൻ്റെ മിനിയേച്ചറാണ് ക്രിസ്മസ്. ഭൂമിയിൽ നമ്മൾ സമാധാനത്തെ, ഈശോയെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകുക. പരിശുദ്ധ മറിയം യെസ് അഥവാ ഞാൻ ഇതാ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്വീകരിച്ചപ്പോൾ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. സ്വർഗം മഹത്വപ്പെടുകയാണ്. ഈശോയുടെ ജനന സമയത്തും ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ച നിമിഷങ്ങളിലും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകുകയാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എത്രമാത്രം സഹനങ്ങളിലൂടെ പരിശുദ്ധ മറിയവും വിശുദ്ധ യവസേ പിതാവും കടന്നുപോയി. ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ മറിയം അതേ എന്ന് പറഞ്ഞ നിമിഷം മുതൽ പരിശുദ്ധ മറിയത്തിന് ആ കടന്നു പോകലിലൂടെ പോകേണ്ടിയിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിൽ ലോകം ആസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് നിയമമുണ്ടാകുകയാണ്. ആ അമ്മയായ മറിയത്തിൻ്റെയും വിശുദ്ധ യവസേ പിതാവിൻ്റെയും യാത്ര നമ്മൾ കാണുന്നുണ്ട്. ലോകം ആസകലമുള്ള ജനങ്ങളുടെ പേരെഴുതപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പുറപ്പെടുകയാണ്. ഗവൺമെൻറ് അഥവാ നിയമപരമായ കൽപ്പനകൾ വന്നപ്പോൾ അതിന് തീർച്ചയായിട്ടും ദൈവവും വിധേയമാകുകയാണ്. ആ പേരെഴുതിപ്പിക്കുന്നതിന് വേണ്ടി 2 പേരുടെയും യാത്ര, നമ്മുടെ ആത്മീയ യാത്രയിലും പല നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നമ്മളും പോകേണ്ടിയിരിക്കുന്നു. അവരുടെ 2 പേരുടെയും ദുർഘടമായ ഒരു യാത്ര നമ്മൾ കാണുന്നു. അവർക്ക് ഈ യാത്രയിലൊക്കെ ഈശോയുമായിട്ട് പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. നമുക്കറിയാം, നമ്മുടെ സഭ കടന്നു പോകുന്ന പല സന്ദർഭങ്ങളിലും വേദനകളുടെ സന്ദർഭങ്ങളുണ്ട്, അസ്വസ്ഥതയുടെ സന്ദർഭമുണ്ട്, തീരുമാനമെടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്, ദുർഘടമായ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അവിടെയെല്ലാം അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണം, ഉറങ്ങിക്കിടക്കുന്ന ഈശോയെ, ഉദരത്തിൽ നമ്മോട് കൂടെ ആയിരിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്ര യാത്രകളിലായാലും എത്ര ജീവിതത്തിൻ്റെ കടന്നുപോകലിലുണ്ടായാലും ആ ഈശോയെ സംരക്ഷിക്കുക എന്നുള്ളത് പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യവസേ പിതാവിൻ്റെയും ജോലിയായിരുന്നു. ആ പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവർ ഈശോയെ സംവഹിച്ചു, ഈശോയെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു. കൊലപാതകികളുണ്ടായിരുന്നു, അസ്വസ്ഥരായവരുണ്ടായിരുന്നു, പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങളുണ്ടായിരുന്നു, ഈശോയുമായി എടുത്ത് ഓടേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ നിശബ്ദരായിട്ട് ഈശോയുടെ ചൈതന്യം സംരക്ഷിക്കപ്പെടുകയാണ്. നമ്മളും ലോകത്തിലാണ്. ലോകത്തിൽ ആയിരിക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, വലിയ കാറ്റുകൾ വീശുമ്പോൾ, ദുർഘടമായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുമൊക്കെ നമ്മുടെ കർത്താവായ ഈശോ നമ്മോടൊത്തുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ ആ ഈശോയെ നമ്മൾ വഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഈശോയെ തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യവസേ പിതാവിൻ്റെയും മധ്യസ്ഥം എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ്. തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥം,
നമുക്കറിയാം സഭ എന്തിനാണ് ഓരോ വർഷങ്ങളിലും നമ്മളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ രണ്ടാം വരവ് വരെ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആധ്യാത്മീയ ഒരു കലണ്ടറിൽ, നമ്മുടെ സഭയുടെ കലണ്ടറിൽ ഇത് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ വചനങ്ങളും അഥവാ നമ്മൾ ആ ഓർമ്മപ്പെടുത്തലിലൂടെ ഈശോയുമായിട്ട് ഒന്നാകലാണ്. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഓരോ ക്രിസ്മസുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവനെ പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് ഇടമില്ലായിരുന്നു. സത്രത്തിൽ അവർക്ക് ഇടമില്ലായിരുന്നു. നമ്മളൊരൊറ്റ വചനമാണേലും എടുത്ത് ധ്യാനിച്ചാൽ മതി. ഈ സത്രത്തിൽ ഇടമില്ല. നമ്മൾ ആ ഈശോയെ സ്വന്തമാക്കി ഈശോയുമായിട്ട് ഐക്യപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ സത്രത്തിൽ ഇടമില്ലാതാകും. വിശുദ്ധരെല്ലാം ആ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവർ ഒറ്റപ്പെടുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരത് വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുകയാണ്. പരിശുദ്ധ മറിയം ഈശോയെ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞാണ് പുൽത്തൊട്ടിയിൽ കിടത്തിയത്. ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് ജീവൻ നൽകുന്ന അപ്പമാണ് അവരുടെ പുല്ലുകൾ. ദൈവം സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചപ്പോൾ എല്ലാ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-5 വരെയുള്ള തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഈ ലോകത്തിലെ സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ഛായയുണ്ട്. സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ചിന്തയിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ മറ്റു വസ്തുക്കളെ, മറ്റു ജീവികളെ, മറ്റു വ്യക്തികളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോഴും അവരിലെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവീക പ്ലാനുകളുമുണ്ട്. മനുഷ്യരായ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. നമ്മൾ ശാസ്ത്രവും വിശ്വാസവും കൂടി വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ തോമസ് അക്വീനാസ് പഞ്ചമാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വിശുദ്ധൻ പറയുകയാണ്, നാം കാണുന്ന ഈ പ്രപഞ്ചം ചലിക്കുന്ന ഒന്നാണ്. ചലിക്കുന്ന ഒന്നായ ഈ പ്രപഞ്ചത്തിന് അചഞ്ചലനായ ഒരു ചലനകർത്താവുണ്ട്. ആ ചലനകർത്താവാണ് ദൈവവും. രണ്ടാമത്തെ കാരണം വിശുദ്ധ തോമസ് അക്വീനാസ് പറയാണ്, ഒരു വസ്തുവും അതിൻ്റെ തന്നെ ഉത്ഭവത്തിന് കാരണമല്ല, തന്നിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാരണം ഓരോ വസ്തുവിനും ഉണ്ടായിരിക്കണം. ബൃഹത്തായ ഈ പ്രപഞ്ചത്തിന് ഒരു കാരണം വേണമല്ലോ. ആ കാരണമാണ് സർവശക്തനായ ദൈവം. ഈ ശാസ്ത്രവും അതുപോലെ തന്നെ വിശ്വാസവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ആ ശാസ്ത്രത്തിന് പോലും ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തെ കാര്യം വിശുദ്ധ തോമസ് അക്വീനാസ് പറയാണ്, എല്ലാ വസ്തുവും നശ്വരമാണെന്നും അതിനൊരു ആദിയും അവസാനമുണ്ട് എന്ന് നാം അറിയുന്നു. നശ്വരമായ വസ്തുക്കളുടെ ആരംഭത്തിന് അനശ്വരമായ ഒരു കാരണം ഉണ്ടാവണം. ആ അനശ്വര ശക്തിയാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ആ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. വിശുദ്ധ തോമസ് അക്വീനാസിനൊക്കെ ദൈവീക രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ചലനങ്ങളെക്കുറിച്ച് അവിടെ എല്ലാം അവർ ആ ദൈവ സാന്നിധ്യത്തെ ദർശിക്കുകയാണ്. അതാണ് ഈ ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. നമുക്കത് പരിപൂർണ ബോധ്യമുണ്ടാവണം. എത്ര നമ്മൾ ധ്യാനിച്ചാലും എത്ര നമ്മൾ സ്വീകരിച്ചാലും നമുക്ക് മതിവരാത്ത തേനിനെയും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ് ദൈവത്തിൻ്റെ ഈ വചനം. അതാണ് അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. സങ്കീർത്തനം 119-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചന പുസ്തകം 1-3 വരെയുള്ള തിരുവചനത്തിൽ എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ വചനം ഭക്ഷിച്ചു, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. നമ്മൾ ഈ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുക. അഥവാ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഭക്ഷണം. അത് നമ്മൾ രുചിച്ച് ആസ്വദിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ആസ്വാദ്യമുണ്ടാവും.
അതുപോലെ നമ്മുടെ ആത്മാവിന് ഏറ്റവും രുചികരമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഈ രുചി പകരുന്നത്, ഈ രുചി നമ്മുടെ ആത്മാവ് ഈ ദൈവവചനത്തെ വചനമായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ആ വചനത്തിൻ്റെ രഹസ്യങ്ങൾ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:1-2 തിരുവചനത്തിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഈ വചനത്തെ നമ്മൾ വിനയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുക. അതുപോലെ നമ്മൾ ആ വചനം ഭക്ഷിക്കാൻ ആഗ്രഹിക്കും. ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ വചനത്തെ ഉൾക്കൊള്ളുവാൻ, വചനത്തെ സ്വീകരിക്കുവാൻ നമ്മളെ ദാഹിക്കണം. ഈ ദാഹം വരുമ്പോൾ മാത്രമേ നമുക്ക് ആ വചനത്തിൻ്റെ കവാടം തുറന്നിട്ടുള്ളൂ. ഇന്ന് നമുക്കറിയുന്ന അനേകം ജനങ്ങൾ ഈശോയുടെ ഈ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 8-11 പറയുന്നുണ്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷാമമല്ല, ജലത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷാമമല്ല, ദൈവത്തിൻ്റെ വചനം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു തരം ക്ഷാമം. ഈ ക്ഷാമം എങ്ങനെയാണ് നമുക്ക് നിറയ്ക്കാൻ നമ്മളിൽ സ്വീകരിക്കപ്പെടുക? നമുക്ക് ആ വചനത്തിനോടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉദിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 1:1-5 വചനത്തിൽ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ആ വചനമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുക. ഈശോയുടെ ജനനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം ഒക്കെ ഈശോ ഒരു പുൽത്തൊഴുത്തിൽ ഒക്കെ ഉണ്ടാകുന്നത്. അതേസമയം യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ആദിയിലുണ്ടായിരുന്ന ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും കൊളോസ്സർക്ക് എഴുതിയ ലേഖനം 1:15 പറയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതിൽ പറയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഈശോയെക്കുറിച്ച് പറയാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, ദൈവത്തിൻ്റെ മൂർത്തീഭാവമാണ്, ദൈവത്തിൻ്റെ അതേ ഛായയാണ് ഈശോ. ആ രൂപം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് കർത്താവ് എപ്പോഴും ആവശ്യപ്പെടുക, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക? ആ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയുള്ളൂ. യേശുക്രിസ്തു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും നമുക്ക് ഇത് ഒന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഈശോയുടെ ഈ വചനത്തിൻ്റെ കവാടം നമുക്ക് തുറന്നു കിട്ടുവാനായിട്ട്. ദൈവിക രഹസ്യങ്ങളുടെ കലവറയായ യേശുവിനെക്കുറിച്ചുള്ള രഹസ്യം, ഈശോയിലാണ് ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നത്. കൊളോസ്സർക്ക് എഴുതിയ ലേഖനം 2-3 ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഈ ഒളിഞ്ഞു കിടക്കുന്ന നിധികൾ കണ്ടെത്തുവാൻ നമ്മൾ തീഷ്ണതയുള്ളവരാകുമ്പോഴാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് വരിക. പ്രഭാഷകൻ്റെ പുസ്തകം 24 8 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരിലാണ് വാസം ഉറപ്പിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിൻ്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ച് തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിൻ്റെ അവകാശം സ്വീകരിക്കുക. ദൈവം അന്വേഷിച്ച് നടക്കുകയാണ് ആരുടെ അടുത്ത് കൂടാരമടിക്കണമെന്ന്, ആരിലാണ് വന്ന് വാസം ഉറപ്പിക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രമാണ് കർത്താവിന് നമ്മിൽ വന്ന് വാസമുറപ്പിക്കുവാൻ സാധിക്കുക. അതാണ് ഈ വചനത്തെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കണം. എത്ര സ്വീകരിച്ചാലും മതിവരാത്ത അവിടുത്തെ ആ തേനിനെയും തേൻകട്ടയേക്കാൾ മാധുര്യമുള്ള വചനത്തെ ഹൃദ്യമായി സ്വീകരിക്കാൻ പരിശുദ്ധ മാതാവിനോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. പ്രശ്നങ്ങളുടെ ഇടയിലും അസ്വസ്ഥതകളുടെ ഇടയിലും പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മളെ സംരക്ഷിക്കപ്പെടുന്ന ഈശോയുടെ ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെയും കൂട്ടണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
നമ്മൾ ദാഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ഓരോ ദിവസവും ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ആ വചനം ആവർത്തിച്ച് 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 നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ലോകത്തിലുള്ള സമസ്ത വസ്തുക്കളും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തിന് പ്രത്യേക ദൗത്യമുള്ളതുമാണ് ഓരോ സൃഷ്ടിയെക്കുറിച്ചും. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിലൊരു ദൗത്യമാണ്, ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം അതിനാണ്. ഞാൻ ഈ ഭൂമിയിലൊരു ദൗത്യമാണ്, ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മുടെയും ജോലി എന്താണ്? നമ്മൾ ഈ ഭൂമിയിലൊരു ദൗത്യമാണ് ദൈവത്തിൻ്റെ. നമ്മൾ വെറുതെ വന്നവരല്ല, വെറുതെ പോകേണ്ടി വരുമല്ല. ദൈവത്തിൻ്റെ ദൗത്യവാഹികരായി മാറണം. അതിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ഓരോ തലമുറയിലും കർത്താവ് നമ്മളെ കൊണ്ട് ഇരുത്തുക. ആ തലമുറയെ വിശുദ്ധീകരിച്ച് ദൈവത്തോടടുപ്പിക്കുക. ആ ഒരു ജോലി കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പലതരം ജോലികളാണ് കർത്താവ് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ജോലിയോടുള്ള വിശ്വസ്തത നമ്മൾ പുലർത്തുമ്പോൾ കർത്താവിൻ്റെ ദൗത്യം നമ്മൾ പൂർണ്ണമാകുകയാണ്. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 8-10 വരെയുള്ള തിരുവചനത്തിൽ തൻ്റെ സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് മാറ്റി നിർത്തപ്പെട്ട കൃപയുടെ പാത്രങ്ങളായിട്ട് നമ്മൾ മാറണം. കൃപയുടെ പാത്രങ്ങളുണ്ട്. കർത്താവ് മുൻകൂട്ടിൽ തയ്യാറാക്കിയ കൃപയുടെ പാത്രങ്ങളായിട്ട് മാറണമെങ്കിൽ ആ ഈശോയുടെ വചനത്തോടും ഈശോയോടുമുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ പറയുന്നത്, കർത്താവെ അങ്ങനെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങിൽ എത്തുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. ക്രിസ്തുവിൽ നമ്മൾ എത്തുക എന്നുള്ളത് ആ ഈശോയെ അറിയുക എന്നുള്ളതാണ്. ഈശോയെ അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ സ്വസ്ഥരാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഈശോയുടെ സമാധാനം നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ ഏതവസ്ഥയിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മൾ സന്തുഷ്ടരായിരിക്കും. പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ ആ സമാധാനം നമ്മളെ കാത്തുകൊള്ളും. ഈശോ ആ വള്ളത്തിലായിരുന്നപ്പോഴും അവരെല്ലാം അസ്വസ്ഥരാകുകയാണ്. പക്ഷേ നാം അറിയാതെ തന്നെ ഈശോ നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മളെ കാണിക്കുകയാണ്. വലിയ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ, അത് ആടി ഉലയുമ്പോഴും ഈശോ നമ്മോട് കൂടെയുണ്ട്. എങ്കിലും നമ്മൾ ആ ഈശോയെ തിരിച്ചറിയുന്നില്ല. നമ്മൾ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഒരിക്കലും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചാൽ നമ്മൾ തളരുകയില്ല, തകരുകയില്ല. അതാണ് ആ ഈശോയുടെ വചനം എന്നും നിലനിൽക്കുന്നതാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ എന്നേക്കും നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. നമ്മളായ മനുഷ്യരാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ആ ഈശോയെ സംരക്ഷിക്കുവാൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേ പിതാവും കൂടി ആ ഈശോയുമായിട്ടുള്ള യാത്രയിലൊക്കെ ഒരു പോറലും കൂടാതെ ദൈവത്തെ കാത്ത് സംരക്ഷിച്ചു. ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളിലുള്ള ഈശോ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ ഈ ക്രിസ്മസിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതുവത്സരങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഓരോ വർഷങ്ങളും നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും, എങ്കിലും നമുക്കതിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ സഹായം നമുക്ക് അതിനുവേണ്ടി അപേക്ഷിക്കാം. ഈ ഒരു വർഷക്കാലം ഈശോയുടെ വചനങ്ങൾ കൂടുതൽ ധ്യാനിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനങ്ങൾ കൂടുതൽ വായിക്കുവാൻ പ്രഭാഷൻ്റെ പുസ്തകം, സുഭാഷിതത്തിൻ്റെ പുസ്തകം, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, ലേഖനങ്ങൾ, സുവിശേഷങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വായിച്ച് ആ ദൈവിക ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ നമുക്ക് ഈ വർഷം അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാകുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിസന്ധികളിലും കഷ്ടതകളിലും
വേദനകളിലും പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പിതാവും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് നമുക്ക് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.